ഹായ്, നമസ്കാരം. നമ്മളെല്ലാവരും, ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് എനിക്ക് വളരെ പേടിയുള്ള ഒരു വിഷയമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബേസ് അറിയില്ലായിരുന്നു. ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വൺസ് എന്താണ്, ടെൻസ് എന്താണ്, 100 എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എത്ര പറഞ്ഞെന്നാലും മനസ്സിലാവില്ല. പിന്നീട് മുതിർന്ന സമയത്ത് ഞാൻ അബാക്കസ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ മാത്സ് ഇത്ര ഈസി ആയിരുന്നു. ആ മാത്സ് ഈസി ആയൊരു സിസ്റ്റമാണ് ഞാനൊന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ ഫേമിന്റെ പേര് ഗിന്നസ് വത്സരാജാചാര്യസ് JV ഇന്റർനാഷണൽ അബാക്കസ് ആൻഡ് കൗൺസിൽ അക്കാദമി. വൺസ്, ടെൻസ്, 100, 1000, 10,000, lakh, 10 lakh, crore, billion, trillion, quadrillion, quintillion, sextillion, octillion, nillion, decillion, undecillion, tridecillion, Google, sloyan, yotalillion, millionillion, Google plus, Google plexian, Google plexian, whatever the highest it is, Google plexian. ഇന്നിപ്പോൾ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യയെന്ന് ഗൂഗിള് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന, സൈൻ ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പ്ലക്സ് എന്ന് പറഞ്ഞ സംഖ്യയാണ്. അതിന്റെ അഡീഷൻ, മാത്തമാറ്റിക്സിലെ 4th ഫോർമുല അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇത് 4th ഫോർമുല നമ്മൾക്ക് ഈസി മെത്തഡിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ് JV ഇന്റർനാഷണൽ അബാക്കസ് ആൻഡ് കൗൺസിൽ അക്കാദമി. വളരെ രസകരമാണ്. കാരണം വൺസിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പഠിച്ചാൽ അതിനുശേഷം മാത്രമേ നമ്മൾ ടെൻസിലേക്ക് വരാവൂ. ടെൻസും തടവിന് ശേഷം നമ്മൾ 100 ഇങ്ങനെ 1 by 1 ഒരു ഗോവണി കയറി സ്റ്റെയർ കയറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്, ഇങ്ങനെ കയറുന്ന സമയത്ത് മാത്സ് നമുക്ക് വളരെ ഈസിയാവും. ഇപ്പൊ ഞാനൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു, സംഖ്യകളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ എന്നുള്ളത് പറയുന്നു. എങ്ങനെ ആഡ് ചെയ്യാം? 1 + 2 = 3, 3 + 3 = 6, 6 + 4 = 10, 10 + 5 = 15, + 6 = 21, + 7 = 28, 28 + 8 = 36, + 9 = 45, + 10 = 55, + 45 = 100, - 1 = 99, - 49 = 50, - 25 = 25, 25 - 20 = 5, 5 - 4 = 1, 1 + 99 = 100, 100 + 900 = 1000, 1000 × 10 = 10,000, 10,000 × 10 = 1 lakh, 1 lakh multiple 10 എന്ന് പറയുന്ന സമയത്ത് അവിടെ ലോജിക്ക് മാറുന്നുണ്ട്. 1 × 10 = 10 lakh ആണ് വരുന്നത്. 10 lakh × 10 = 1 CR ആണ്, 1 crore അല്ലെ? 1 crore, 1 crore മൈനസ് 50 lakh = 50 lakh, minus 25 lakh = 25 lakhs, minus 20 lakh = 5 lakh, 5 lakh minus 4 lakh = 1 lakh, 1 lakh minus 50,000 = 50,000, 50,000 minus 25,000 = 25,000, 25,000 minus 20,000 = 5,000, 5,000 minus 4,999 = 1, 1 minus 1 = 0. എത്ര എളുപ്പമായിരുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് മാത്സ് ഒരു വസ്തു അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഓരോ കോളേജിലൊക്കെ, ഓരോ സ്കൂളിലല്ല, ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ അബാക്കസ് പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ മാമിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മാമൊക്കെ പറയും, സർ സോറി, ഞാൻ മാത്സിൽ വളരെ വീക്കാണ്, പക്ഷേ സാറിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇത് കുട്ടികളെ വേറെ തലത്തിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് 10-16 വർഷത്തോളമായിട്ട് ഞാൻ കുട്ടികൾക്കിടയിലുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ SLCക്ക് എല്ലാവരും ഫുൾ A+ അടിക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റ് മാത്സ് ആണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇതിന് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഫോർമുല ഉണ്ട്. മാത്സ് കംപ്ലീറ്റ് ലോജിക്കാണ്. ഈ ഒരു ലോജിക്ക് പഠിച്ചാൽ ഞാൻ പറയുന്നത് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ലോകത്തിൽ വേറെ ഇല്ല. മാത്തമാറ്റിക്സ് ഇസ് ദ ക്യൂൻ ഓഫ് ഓൾ സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടി എൻ്റെ കുട്ടികളെല്ലാവരും, പാരൻസ് ഒന്ന് അലർട്ട് ആവുക, ആ കുട്ടികൾ ഇവിടെ കൊണ്ടേക്കുക. ശരിയായി കണക്ക് കൂട്ടാൻ അറിയുന്ന ആളുകളുടെ ജീവിതത്തിന്റെ കണക്കൂട്ടൽ ഒരിക്കലും തെറ്റില്ല. ഞാൻ എന്താ പറഞ്ഞ ഓർമ്മയില്ല. വ്യക്തമായി കണക്ക് കൂട്ടാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ കണക്കൂട്ടൽ ഒരിക്കലും തെറ്റില്ല. ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ കണക്കൂട്ടലൊക്കെ തെറ്റിപ്പോകും. നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിതത്തിന്റെ കണക്കൂട്ടൽ തെറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്നസ് വത്സരാജാചാര്യ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. നമ്പർ വേണമെങ്കിൽ ഒന്ന് പറയാട്ടോ, 9388486109. Okay, all the best. Thank you very much.